ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സനൂഫ്. ഇന്ന് നമ്മളിൽ പലരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കോവിഡ്-19 പുതിയതായിട്ട് മ്യൂട്ടേറ്റ് ചെയ്തിട്ടുള്ള UK കണ്ടെത്തിയ വേരിയന്റിനെ പറ്റിയുള്ള കാര്യം. ഇതേ സമയത്ത് നമ്മളിൽ പലരും അറിയാതെ പോയ ഒരു കാര്യമുണ്ട്. അതായത് UK എങ്ങനെയാണോ മ്യൂട്ടേറ്റ് ചെയ്ത ഒരു വൈറസ് സ്ട്രെയിന് കണ്ടെത്തിയത്, ഇതേപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലും ഒരു വൈറസ് സ്ട്രെയിന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ ലേറ്റസ്റ്റ് ആയിട്ട് നൈജീരിയയിൽ മൂന്നാമതായിട്ട് ഒരു മ്യൂട്ടേറ്റ് ചെയ്ത വൈറസ് സ്ട്രെയിന് കണ്ടെത്തിയിട്ടുണ്ട്. സോ ആഫ്രിക്കയിൽ കണ്ടെത്തിയിരിക്കുന്ന ഈ ഒരു മ്യൂട്ടേറ്റ് ചെയ്തിരിക്കുന്ന വൈറസ് സ്ട്രെയിന് UK കണ്ടെത്തിയതിനേക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് ആൾക്കാരിൽ എത്തപ്പെടുന്നു എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ വഴി സൂചിപ്പിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ആഫ്രിക്കയിൽ ആദ്യം വാക്സിനേഷൻ തുടങ്ങുമെന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് തന്നെ പല വാർത്തകൾ തമ്മിലുള്ള കണക്ഷൻസ്, ഈ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ ഇതിനൊന്നും ഒരു കണക്ഷൻ നമുക്ക് തോന്നില്ല. പക്ഷെ ഇതിൻ്റെ ഒരു ഓർഡർ നമ്മൾ നോക്കുകയാണെങ്കിൽ പലതരത്തില് കണക്ഷൻസ് ഉണ്ട്. ഈ കണക്ഷൻസിനെ പറ്റിയാണ് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ഇത് കൂടാതെ കോവിഡിനെയും എബോളയെക്കാളും മാരകമായ വേറൊരു വൈറസ് ഭൂമിയിൽ വൈകാതെ വന്നേക്കാമെന്ന് പറഞ്ഞിട്ട് എബോള വൈറസിനെ കണ്ടെത്തിയ സയന്റിസ്റ്റ് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സോ ഈ ഒരു മുന്നറിയിപ്പിനെ പറ്റിയും വിശദമായിട്ട് ഈ വാർത്തകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. B117 ഈ ഒരു വൈറസ് സ്ട്രെയിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്താണ്. UK കണ്ടെത്തിയിരിക്കുന്ന മ്യൂട്ടേറ്റ് ചെയ്ത വൈറസ് സ്ട്രെയിനെയാണ് B117 എന്ന് പേര് നൽകിയത്. ഇതേ സമയത്ത് 501V2 എന്നറിയപ്പെടുന്ന വേറൊരു പേര് കൂടെ ആഫ്രിക്കയിൽ നിന്ന്, പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ കണ്ടെത്തിയിരിക്കുന്ന ഒരു വൈറസ് സ്ട്രെയിനാണ് ഈ ഒരു 501V2 എന്ന് പറയുന്ന പേര് നൽകിയിരിക്കുന്നത്. സോ ഈ ഒരു കാര്യങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതായത് UK ലേറ്റസ്റ്റ് ആയിട്ട് സൗത്ത് ആഫ്രിക്കയിൽ കണ്ടുവന്നിരുന്ന അതേപോലത്തെ ഒരു മ്യൂട്ടേറ്റ് ചെയ്ത വൈറസ് സ്ട്രെയിനും കണ്ടെത്തിയതായിട്ട് അവരുടെ ഹെൽത്ത് മിനിസ്റ്റർ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ആയിട്ടായിരുന്നു ഈ ഒരു അറിയിപ്പ് വന്നത്. നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. സൗത്ത് ആഫ്രിക്കയുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു വൈറസ് സ്ട്രെയിന് UK ഐഡന്റിഫൈ ചെയ്തുവെന്നും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൂടുതൽ ആൾക്കാർ കോവിഡ് ബാധിച്ചിട്ട് മറ്റുള്ള രാജ്യങ്ങളിലോട്ട് വ്യാപിക്കുന്നു പറഞ്ഞിട്ടും ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇതിനുശേഷം സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള വ്യോമ കര മാർഗമുള്ള എല്ലാ ഗതാഗതവും നിർത്താനായിട്ട് പല രാജ്യങ്ങളും ആലോചന തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേൽ ആണെങ്കിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇങ്ങനെ പലതരത്തില് ലോക രാജ്യങ്ങൾ ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഹൈലി ട്രാൻസിബിൾ ആയിട്ടുള്ള ഒരു വൈറസ് സ്ട്രെയിൻ ആണ്. സോ ഈ ഒരു വൈറസ് സ്ട്രെയിന് സൗത്ത് ആഫ്രിക്കയിൽ കണ്ടെത്തിയത് മാസങ്ങൾക്ക് മുമ്പായിട്ടാണ്. അതായത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇങ്ങനൊരു വൈറസ് സ്ട്രെയിന് സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരിക്കാമെന്നും അത് കംപ്ലീറ്റ് ആയിട്ടും പെട്ടെന്ന് ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് ആൾക്കാരുടെ ഇടയിൽ വ്യാപിച്ചു വന്നിരിക്കാമെന്നൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങളിൽ സൂചിപ്പിക്കുന്നത്. ഇതേ സമയത്ത് UK നോക്കുകയാണെങ്കിലും സെപ്റ്റംബറിൽ തന്നെ UK കണ്ടെത്തിയിരിക്കുന്ന B117 എന്നറിയപ്പെടുന്ന വൈറസ് സ്ട്രെയിനെ കണ്ടെത്തിയിട്ടുണ്ട്. സോ അതിനുശേഷം ഇത് ആൾക്കാരിൽ പെട്ടെന്ന് വ്യാപിക്കുകയായിരുന്നു. സോ ഈ രണ്ട് കാര്യം തമ്മിൽ ഒരു കണക്ഷൻ നമുക്ക് നോക്കാൻ പറ്റും. അതായത് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു ഗ്രാഫിൽ സൗത്ത് ആഫ്രിക്കയിലെ കോവിഡ് കേസുകളുടെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഒരു കയറ്റം കഴിഞ്ഞ് പിന്നെ ഒരു ഇറക്കം കഴിഞ്ഞ് പിന്നെ ഒരു കയറ്റം വരുന്നുണ്ട്. അതൊരു U ഷേപ്പ് പോലത്തെ ഗ്രാഫാണ് ഇത് വരുന്നത്. സോ ഈ ഒരു ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്നായിട്ട് ഒരു ക്വിക്കിലിയാണ് ഈ ഒരു കോവിഡ് കേസുകൾ സൗത്ത് ആഫ്രിക്കയിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. സൗത്ത് ആഫ്രിക്കയിൽ കോവിഡ് കേസ് കൂടുന്നുണ്ട്. അവിടെ പുതിയ മ്യൂട്ടേറ്റ് ചെയ്യുന്ന വൈറസ് കണ്ടെത്തിയിട്ടുണ്ട്. അതേ സമയത്ത് സൗത്ത് ആഫ്രിക്കയിൽ ഒരു 2 വീക്സ് മുൻപായിട്ട് നോക്കുകയാണെങ്കിൽ വ്യാപകമായ പ്രൊട്ടസ്റ്റ് നടന്നിരുന്നു. ഈ പ്രൊട്ടസ്റ്റ് നടത്തിയതിൽ പല ആൾക്കാരും വാക്സിനേഷൻ സൗത്ത് ആഫ്രിക്കയിൽ നടത്താൻ പാടില്ല എന്നൊരു കാരണം ചൂണ്ടിക്കാണിച്ചിട്ടാണ് പ്രൊട്ടസ്റ്റ് നടത്തിയത്. ഇതിൽ പലരും ചെറുപ്പക്കാരാണ്. സോഷ്യൽ മീഡിയ വഴി അവരുടെ ഒരു ശബ്ദം ഉയർത്തിയിരുന്നു. അങ്ങനെ പല ആൾക്കാരും തെരുവിറങ്ങി പ്രൊട്ടസ്റ്റ് നടത്തിയിരുന്നു. അതേ സമയത്ത് തന്നെ സൗത്ത് ആഫ്രിക്കയിലെ ഒരു ചീഫ് ജസ്റ്റിസ് ഈ ഒരു വാക്സിനേഷനെതിരെ സംസാരിച്ചിരുന്നു. വാക്സിൻ സാത്താനിസം ആണെന്നൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തിനെതിരെയും പല നേതാക്കന്മാരും രംഗത്ത് വന്നിരുന്നു. സൗത്ത് ആഫ്രിക്കയിലെ ഒരു ഓവറോൾ മെന്റാലിറ്റി നോക്കുകയാണെങ്കിൽ ആഫ്രിക്കയിലെ രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട്
കൂടുതലായിട്ട് വാക്സിനേഷനെ എതിർക്കുന്ന ആൾക്കാർ സൗത്ത് ആഫ്രിക്കയിൽ കണ്ടുവരുന്നുണ്ട്. സോ ഈ ഒരു കാര്യം നിങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചോളൂ. അതായത് സൗത്ത് ആഫ്രിക്കയിൽ യൂത്തുകളുടെ ഇടയിൽ വാക്സിനേഷന് എതിരായിട്ടുള്ള ഒരു മനോഭാവം ഉടലെടുത്തിരുന്നു. അതേ സമയത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു കോവിഡ് കേസുകൾ അല്ലെങ്കിൽ ഒരു മ്യൂട്ടേറ്റ് ചെയ്ത വൈറസ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് യൂത്തുകളുടെ ഇടയിലാണ്. അതായത് ഒരു 20 to 35 വയസ്സ് വരെയുള്ള ആൾക്കാരിലാണ് ഈ കേസ് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തതെന്നും സൗത്ത് ആഫ്രിക്കയിലെ ഒരു ഹെൽത്ത് ഡാറ്റയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, സൗത്ത് ആഫ്രിക്കയിൽ വന്നിരിക്കുന്ന വൈറസ് കുട്ടികളിലും പ്രതിരോധശേഷി കൂടിയ ആൾക്കാരിലും ശക്തമായിട്ട് ബാധിക്കുന്നുണ്ട്. അതായത് COVID-19 ഇത്രയും കാലം നമ്മൾ ഇന്ത്യയിൽ കണ്ട പോലെയല്ല, ഇനി ആർക്കും വേണമെങ്കിലും പിടിക്കപ്പെടാം എന്നൊരു അവസ്ഥയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പലർക്കും തോന്നിയിരിക്കുന്ന ഒരു ഡൗട്ടാണ് ഈ ഒരു മ്യൂട്ടേഷൻ എങ്ങനെ നടന്നിരിക്കാമെന്ന്. അതിനിപ്പോ പല സയന്റിസ്റ്റുകളും പറയുന്നൊരു കാര്യമാണ്, ഒന്നില്ലെങ്കിൽ ഈ ഒരു പ്ലാസ്മ തെറാപ്പി വഴിയായിരിക്കാം ഈ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കാമെന്ന്. അതായത് ഒരു കോവിഡ് ബാധിച്ച ആൾ, മേ ബി ആ ബാധിച്ച ആൾക്ക് സിവിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടായിരിക്കാം, ഒന്നില്ലെങ്കിൽ ആസ്മയോ അല്ലെങ്കിൽ അങ്ങനെ മോശമായിട്ടുള്ള ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടായിരിക്കുന്ന ആൾക്ക് നേരത്തെ കോവിഡ് ബാധിച്ച് അത് ഭേദമായ ആളുടെ ഒരു പ്ലാസ്മ മാറ്റിവെച്ചത് കാരണം തന്നെ അദ്ദേഹത്തിന്റെ, അതായത് കോവിഡ് ബാധിച്ച ആളുടെ ശരീരത്തിലുള്ള വൈറസിന് ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കാമെന്നും ആ മ്യൂട്ടേഷൻ പിന്നീട് ഒന്ന് സ്പ്രെഡായി പോയിരിക്കാമെന്നാണ് ഒരു ക്ലെയിം പറയുന്നത്. ഇതിപ്പോഴും സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ഇതിന് ചാൻസ് ഹൈ ആണെന്നാണ് പല ആൾക്കാരും അഭിപ്രായം ഉന്നയിച്ചിരിക്കുന്നത്. സോ അതേ സമയത്ത് തന്നെയാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഈ ഒരു പുതിയ സ്ട്രെയിന് സ്റ്റാർട്ട് ചെയ്തിരിക്കാമെന്നും ഒരു വാർത്ത വരുന്നുണ്ട്. സൗത്ത് ആഫ്രിക്ക മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലെ ഒരു ക്ലാരിഫിക്കേഷൻ ലഭിക്കില്ല. ഓവറോൾ ആയിട്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഈ ഒരു കേസുകളുടെ എണ്ണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ കുത്തനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നൈജീരിയയിലാണെങ്കിൽ പുതിയ സ്ട്രെയിൻ, അതായത് ഈ രണ്ട് UK-യിലും അതുപോലെ സൗത്ത് ആഫ്രിക്കയിലും ഉള്ളതല്ലാതെ മൂന്നാമതായിട്ടുള്ള ഒരു വൈറസ് സ്ട്രെയിന് കണ്ടെത്തിയിട്ടുണ്ട്. സോ നൈജീരിയയിൽ കണ്ടെത്തിയിരിക്കുന്ന വൈറസ് സ്ട്രെയിന് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് ആളുകളിലേക്ക് എത്തപ്പെടുന്നുണ്ടെന്നും ഇപ്പോൾ പഠന റിപ്പോർട്ടിൽ പുറത്തുവിടുന്നുണ്ട്. അതിനിടയിൽ ഞാൻ കഴിഞ്ഞൊരു നവംബർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു വാർത്ത സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ ചോദിക്കുകയാണെങ്കിൽ, ആഫ്രിക്കൻ ഭൂഖണ്ഡം ഒരു വാക്സിനേഷൻ, മാസ്സായിട്ടുള്ള വാക്സിനേഷന് തയ്യാറായിട്ടില്ല പറഞ്ഞിട്ട് WHO തന്നെ ഒഫീഷ്യലായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് അത് സൈഡിൽ കാണാൻ പറ്റും. നവംബർ 24 ആയിട്ടാണ്, 27 ഈ ഒരു വാർത്ത വന്നത്. അതായത് ഒരു മാസം കൂടെ ആയിട്ടില്ല. ആ വാർത്തയിൽ പറഞ്ഞ കാര്യമാണ്, ഈ വാക്സിൻ ആൾക്കാരിൽ എത്തിക്കുന്ന സമയത്ത് കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിനെ സ്റ്റോർ ചെയ്യണം, ഇത് കൂടാതെ ഇത് ആൾക്കാരിൽ എത്തിക്കാനായിട്ട് അതിനുള്ളൊരു മാർഗം കണ്ടെത്തണം, വളണ്ടിയേഴ്സ് വേണം, അങ്ങനെ പല പല ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ കൂടെ പരിഗണിച്ചിട്ട് ഒരു പെർസെൻറ്റേജ് സ്കോർ നൽകും. ഈ ഒരു സ്കോർ 33% മാത്രമേ ആഫ്രിക്കയ്ക്കുള്ളൂ. അതേസമയം 80% ഉണ്ടെങ്കിൽ മാത്രമേ വാക്സിനേഷൻ ക്വിക്കായിട്ട് നടത്താൻ പറ്റുള്ളൂ എന്നാണ് WHO പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡം വാക്സിനേഷന് ഇപ്പോൾ തയ്യാറല്ല എന്നാണ്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. അതായത് ആദ്യം ഈ ഒരു വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പുവർ ആയിട്ടുള്ള കൺട്രീസിൽ നിന്നാണെന്ന്. ഈ ഒരു വാർത്തയും ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയും തമ്മിൽ ഒരു കണക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന വാക്സിൻസ്, ഇത് ഏത് വാക്സിൻ ആണെങ്കിലും, UK-യിലെ AstraZeneca ആണെങ്കിലും അല്ലെങ്കിൽ ഫൈസറിന്റെ വാക്സിൻ ആണെങ്കിലും ഈവൻ മൊഡേണയുടെ വാക്സിൻ ആണെങ്കിലും, ഇതിനെല്ലാത്തിനും വോളണ്ടിയേഴ്സ് വേണം. ഇവരുടെ മേലെ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ വാക്സിൻ എഫക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ള കാര്യം ജനങ്ങളുടെ മുൻപിൽ എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിനായിട്ടാണ് പല ലോക നേതാക്കളും അവര് നേരിട്ട് വന്നിട്ട് ഞങ്ങൾ ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്, നിങ്ങൾ കാണുക പറഞ്ഞിട്ട് മാധ്യമങ്ങളോട് പറയുന്നതും ആ ടെസ്റ്റിംഗ് അവർ നടത്തുന്ന രീതിയിലുള്ള വീഡിയോസ് പുറത്തുവിടുന്നതും. എക്സാമ്പിളായിട്ട് ജോ ബൈഡൻ എടുക്കാം, നെതന്യാഹുവിനെ എടുക്കാം, റഷ്യൻ പ്രസിഡന്റിന്റെ മകളടക്കം ടെസ്റ്റ് ചെയ്തു പറയുന്നുണ്ട്. അങ്ങനെ പല നേതാക്കന്മാരും സ്വയമായിട്ട് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അവർക്ക് സേഫാണ്, നിങ്ങളും സേഫ് ആയിരിക്കുമെന്ന് ജനങ്ങളോട് വിളിച്ചു പറയുകയാണ്. സോ അതേ സമയത്ത് തന്നെയാണ് ഈ ടെസ്റ്റിംഗ് ആഫ്രിക്കയിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നൊരു കാര്യം പുറത്തു വരുന്നത്. ആഫ്രിക്കയിലെ ജനങ്ങൾ ഒന്നടങ്കം പ്രൊട്ടസ്റ്റ് ചെയ്ത കാര്യത്തിനെതിരെ ഇപ്പോൾ ആഫ്രിക്കയിലെ ജനങ്ങളെ തന്നെ കൺവീൻസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനർത്ഥം വാക്സിൻ ഒരു ഗിനി പിക്സിനെ പോലെ അവിടുത്തെ ജനങ്ങളുടെ മേലെ, ആഫ്രിക്കയിലെ ജനങ്ങളുടെ മേലെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നത് തന്നെയാണ്. ഞാനിത് പറയുമ്പോൾ പലർക്കും തോന്നിയേക്കാം ഞാൻ കോൺസ്പിറൻസി തിയറീസ് പറയാണ്, അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയുകയാണെന്നൊക്കെ. ഒന്ന് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. ആഫ്രിക്കയിൽ കേസുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. വാക്സിനേഷൻ അവിടെ ആദ്യം സ്റ്റാർട്ട് ചെയ്യില്ല പറഞ്ഞവര് ഒരു മാസം കൊണ്ട് അവിടെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പലതരത്തില് പല ബിസിനസ്സും ഇതിനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാര്യമൊക്കെ നമുക്കൊന്ന് തിങ്ക് ചെയ്താൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതേ സമയത്ത് വേറൊരു കാര്യം കൂടെ പുറത്തു വന്നിരുന്നു. അതായത് 1974 എബോള ആദ്യമായിട്ട് ആഫ്രിക്കയിൽ കണ്ടെത്തിയിരുന്നു. കോങ്കോയിലായിരുന്നു ഇത് കണ്ടെത്തിയത്. ആ കണ്ടെത്തലിന് നേതൃത്വം നൽകിയ ഒരു പ്രൊഫസർ, അദ്ദേഹം കഴിഞ്ഞ ദിവസം CNN ഒരു ഇന്റർവ്യൂ നൽകിയിരുന്നു.
ആ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു, കൊറോണയെക്കാളും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ഇൻഫെക്ട് ചെയ്യുന്നതും ഡെത്ത് റേറ്റ് എബോളയെക്കാളും കൂടുതലുള്ള പുതിയൊരു വൈറസ് ഭൂമിയിൽ വൈകാതെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഡിസീസ് എക്സ് നടക്കം പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഡിസീസ് എക്സ് ഭൂമിയിൽ എത്തുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ ഡിസീസ് എക്സ് വരുന്നത് ആഫ്രിക്കയിൽ നിന്നായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രഡിക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു സ്വയമായുള്ള തോന്നലായിരിക്കാം. പക്ഷെ എന്തുതന്നെയാണെങ്കിലും അതിനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അതായത് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതായത് ആഫ്രിക്കയിൽ വ്യാപകമായ തോതിൽ കാടുകൾ നശിപ്പിക്കപ്പെടുന്നുണ്ട്. അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി, അതായത് ആവാസ വ്യവസ്ഥ മുഴുവനായിട്ട് തകിടം മറിയുന്നുണ്ട്. പ്രത്യേകിച്ച് കോങ്കോ നോക്കുകയാണെങ്കിൽ കോങ്കോയിലെ മുതലകളുടെ മാംസം വിദേശ രാജ്യങ്ങളിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട്. പലതരത്തില് അവിടുത്തെ ജീവികളെ കൂട്ടിലടച്ചിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോകുന്നുണ്ട്, വിൽക്കപ്പെടുന്നുണ്ട്. അവിടുത്തെ കാട് നശിപ്പിക്കപ്പെടുന്നുണ്ട്. ആൾക്കാർ കാടിനകത്ത് വസിക്കാൻ പോകുന്നുണ്ട്. അതിനിടയിൽ കാട്ടില് പലതരത്തില് ഒരു ചേഞ്ചസ് വരുന്നുണ്ട്, ക്ലൈമറ്റ് ചേഞ്ചസ് വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ മേ ബി പുതിയ ടൈപ്പ് ഓഫ് വൈറസ് ഇനിയും ഭൂമിയിൽ ഉടലെടുക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ എബോള എന്ന് പറയുന്നത് വവ്വാലിൽ നിന്ന് മനുഷ്യരിലേക്ക് വന്നായിരിക്കാമെന്നാണ് ആദ്യം സയന്റിസ്റ്റുകൾ ഗസ് ചെയ്ത്. ഈ കോവിഡ് ആണെങ്കിലും ആദ്യം വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് വന്നായിരിക്കാമെന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു സൂണോട്ടിക് ഡിസീസ്, അതായത് ജീവികളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്ന രോഗങ്ങള്, വൈറസുകൾ വ്യാപകമായിട്ട് ഇനിയുള്ള കാലങ്ങളിൽ ഉണ്ടായിരിക്കാമെന്നും ഇദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ തന്നെ നമുക്കുള്ള കുഴി വെട്ടിയിട്ട് അതിൽ കയറി കടക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമുക്കും പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഒന്നുമില്ല, നമ്മളൊന്ന് നമ്മുടെ ചുറ്റുപാടിനെയും സംരക്ഷിച്ചാൽ മതി. നമ്മൾക്ക് വീടിനടുത്തൊരു മരം ഉണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാം. നിങ്ങൾ പുതിയൊരു മരം നടണമെന്ന് പോലും ഞാൻ പറയുന്നില്ല. ഓൾറെഡി നിങ്ങളുടെ വീട്ടിനടുത്ത് ഉള്ളൊരു മരം, അതിനെ സംരക്ഷിച്ചാൽ മതി. നിങ്ങൾ പുതിയത് നട്ടില്ലെങ്കിലും ആ ഉള്ളതിനെ സംരക്ഷിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ രക്ഷിക്കാൻ സാധിക്കും. ഇതൊന്ന് മനസ്സിൽ എന്തെങ്കിലും ഓർത്തെടുക്കുക. നിങ്ങൾക്ക് തോന്നിയേക്കാം ഇന്ത്യയിൽ നമ്മൾ മരം നട്ടിട്ടും അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്ലൈമറ്റിനെയൊക്കെ സംരക്ഷിച്ചിട്ട് ആഫ്രിക്കയിൽ എന്ത് ചേഞ്ച് വരുമെന്ന്. ഇന്ത്യയിലെ കാലാവസ്ഥ മാറുന്നത് ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും കാലാവസ്ഥ മാറ്റത്തിന് ഒരു കാരണമായിട്ടുണ്ട്. ആ ഓസ്ട്രേലിയയിൽ ബുഷ് ഫയർ വന്നപ്പോൾ ഇന്ത്യയിൽ കടുത്ത മഴ പെയ്യുകയായിരുന്നു. അതേസമയത്ത് ആഫ്രിക്കയിൽ വലിയൊരു മഴ പെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ കൂടുതൽ വരൾച്ചയായിരുന്നു. ഇങ്ങനെ പലതരത്തില് നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. സോ അത് മനസ്സിലാക്കുക. നിങ്ങൾ തന്നെ സ്വയമായിട്ട് ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുക. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ പറ്റിയുള്ള അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പുതിയ ഒരു വൈറസ്, കോവിഡിനേക്കാളും ഭീകരമായ വൈറസ് ഭൂമിയിൽ വരുമെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയും കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. സോ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.